ഈ അടുത്ത് ഞാൻ കണ്ടുള്ള പല കേസുകളിലും ഡിറ്റക്ഷൻ നടക്കുന്നത് വളരെ അഡ്വാൻസ് സ്റ്റേജിലാണ്. പെട്ടെന്ന് രോഗി ക്യാൻസർ സ്ഥിരീകരിക്കുന്നു, 1 മാസത്തിനകത്ത് മരിച്ചു പോകുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര ലേറ്റായിട്ട് ഡിസ്കവറി നടക്കുന്നത്? അതൊരു ജനറലൈസ് ചെയ്ത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമ്മൾക്ക് കണ്ടിട്ടുള്ള കേസസ്, നമ്മളിപ്പം ഏറ്റവും പലപ്പോഴും അറിയുന്നത് ഏറ്റവും വേഴ്സ്റ്റ് കേസ് ആയിരിക്കും നമ്മൾ അറിയുന്നത്. നമ്മൾ ബെസ്റ്റ് കേസ് സിനാരിയോ നമ്മൾ പലപ്പോഴും അറിയത്തില്ല. ഇപ്പോൾ ക്യാൻസർ വന്നിട്ട് ക്യൂർ ചെയ്ത് പോയിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ട് ഒരുപക്ഷെ നമ്മളാരും അറിഞ്ഞെന്ന് വരത്തില്ല. പക്ഷെ നേരെ മറിച്ച് ക്യാൻസർ വന്ന് മരിച്ചിട്ടുള്ള ആൾക്കാരെ പറ്റി ലോകത്ത് എല്ലാവരും അറിയുകയും ചെയ്യും. അപ്പോൾ അതിനകത്തൊരു സെലക്ഷൻ ബയസ് അതിനകത്ത് എപ്പോഴും ഉണ്ട്. അതിനകത്തുള്ള ഇഷ്യൂ നമുക്ക് അതിനെ ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏത് ക്യാൻസർ ഏത് സ്റ്റേജ് എന്നതിനെ ആശ്രയിച്ചിട്ടാണ് ഈ ഒരു സംഭവം നിൽക്കുന്നത്. ചില ക്യാൻസർ നമുക്ക് എയർലി സ്റ്റേജ് കണ്ടുപിടിക്കാൻ പറ്റും, ചില ക്യാൻസർ നമുക്ക് എയർലി സ്റ്റേജ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിന് ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസറിൻ്റേതായിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലക്ഷണങ്ങളൊന്നുമില്ല. അതായത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു അസുഖം ഇപ്പോൾ ഈ ഒരു ലക്ഷണങ്ങൾ 1, 2, 3 ഇതുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസർ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ക്യാൻസറിൻ്റെ പല ലക്ഷണങ്ങളും മറ്റു പല ഡിസീസസുമായിട്ടും ഓവർലാപ്പ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ആർക്കും ഫസ്റ്റ് പ്രയോറിറ്റി ക്യാൻസർ ആണെന്ന് ആരും വിശ്വസിക്കത്തില്ല. നേരെ മറിച്ച് ഇപ്പോൾ ഞാൻ ഓൺകോളജിസ്റ്റ് ആയി കഴിഞ്ഞ 15 വർഷമായിട്ട് നമ്മൾ ക്യാൻസർ മാത്രം കാണുന്നതുകൊണ്ട് എനിക്കോ എൻ്റെ വീട്ടിലോ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ ആദ്യം ഞാൻ ചിന്തിക്കുന്നത് ക്യാൻസർ ആണോ എന്നുള്ളത് ചിന്തിച്ചിട്ട് അവിടെ നിന്ന് ഞാൻ താഴത്തോട്ട് വരിക ചെയ്യുന്നത്. പക്ഷേ ഒരു പബ്ലിക് ഐ മീൻ ഈവൻ ദ കോമൺ ഡോക്ടേഴ്സ് പോലും അവരുടെ ആ ഒരു ഡയഗ്നോസിസ് ലിസ്റ്റിൻ്റെ അകത്ത് ക്യാൻസർ ഏറ്റവും ലാസ്റ്റിലേ വെക്കത്തുള്ളൂ. നമ്മളൊരു പേഷ്യൻറ്റ് നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്കിന് നിങ്ങൾ ക്യാൻസർ ആണെന്ന് ആദ്യം ആരും കയറി പറയത്തില്ല. നമ്മൾ ഓരോന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയിരിക്കും ഒരു ജനറൽ ഫിസിഷ്യൻ, ഒരു ജനറൽ ഡോക്ടർ ക്യാൻസറിനെ പറ്റി ചിന്തിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കിനാണ് പലപ്പോഴും ഇതിൻ്റെ ആ ഒരു സ്റ്റേജിങ്ങിലൊക്കെ വ്യത്യാസം വരുന്നത്.